ഹലോ ഗായ്സ്, നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയ എപ്പിസോഡായിട്ട്. ഗായ്സ്, ഇന്ന് വലിയൊരു ടാസ്ക് ഗൈസ് നമ്മൾ ചെയ്യാൻ പോകണം. ഇത് നല്ല വലിയ ടാസ്ക് ആണ് ഗൈസ്. പിന്നെ നമ്മളെ നല്ല നെതർ പോർട്ടലൊക്കെ സെറ്റ് ആക്കി വെച്ച്. പിന്നെ ഞാനൊരു കാര്യം, നിങ്ങൾക്ക് കുറേ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. എന്താ വെച്ചാൽ ഗൈസ്, നമ്മൾ 100 ലെവൽ വരെ ഉണ്ടാക്കിയത് എമ്മാതി കഷ്ടപ്പാടാണ്. 2-4 മണിക്കൂർ ചെയ്തു. അതെങ്ങനെ നമ്മളെ വോയിസ് നമ്മൾ നല്ല പവർഫുൾ ആക്കിയത് അതിനാണ് റെഡി ആക്കി എടുത്തു. പിന്നെ ഇതൊക്കെ റെഡി ആവില്ല, ചെറിയൊരു തോന്നലുണ്ട്. കൊണ്ട് നമ്മളത് വലിയ കാര്യമാക്കി എടുക്കണില്ല. ഏതായാലും നമ്മൾ ലെവല് കൂട്ടിയിരിക്കണേ. അത് മാത്രല്ല വേറെ സംഭവമില്ല, നമ്മൾ ആർമേഴ്സ് ഒന്ന് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ആർമർ നോക്കിയതാണ്, നല്ല അഞ്ചാട്ടത്തെ ആർമറാണ്. കണ്ട മനസ്സിലാവില്ല, പക്ഷേ ഇതിനൊക്കെ എന്തൊക്കെ ആഡ് ചെയ്തിട്ട് പുതുതായി ഞാൻ കാണിച്ചത്. നമ്മൾ നോക്കിയതാണ്, ആകെ 3 വിന്നറാണ്. അത് നമ്മൾ പോയി കളക്ട് ചെയ്തു. അത് കുറഞ്ഞ സംഭവം ചെയ്തു, കളക്ട് ചെയ്ത് പിന്നെ ഡ്യൂപ്ലിക്കേഷൻ ആക്കിയാൽ മതി. ഡ്യൂപ്ലിക്കേഷൻ ആക്കി പിന്നെ നമ്മള് ആർമർ നോക്കിയതാണ്. പ്രൊട്ടക്ഷൻ ഫോർ തോൺസും അൺബ്രേക്കിങ്ങും മെൻഡിങ്ങും. ഇത് ഷാർപ്പനസും മെൻഡിങ്ങും. ഇതിൽ മെൻഡിങ്ങും എഫിഷ്യൻസി. പിന്നെയാണ് നമ്മളെ പവർഫുൾ സോഡല്ല പിക്കാസ് ടച്ച് അൺബ്രേക്കിംഗ് 3 എഫിഷ്യൻസി. ഇത് കാണിച്ചത്. ഇനിയാണ് എന്റെ ഈ വാളിന്ന് ഞാൻ നല്ല മുട്ടുക. എന്താ വെച്ചാ നമ്മളെ എന്റെ ആർമറൊന്ന് പോയിന്, എന്റെ സോഡൊന്ന് പോയിന്. പിന്നെ ഞാൻ ഡയമണ്ട് ആക്കിയൊക്കെ എടുത്തുകൊണ്ട് റെഡിയാക്കി കാണിച്ചിടാം. ഷാർപ്പ്നെസ്, അൺബ്രേക്കിംഗ്, ലൂട്ടിങ്, ഫയർ എക്സ്പെൻസ്, മെൻഡിങ്, നോക്ക് ബാക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ എനിക്ക് ഏറ്റവും ഇഷ്ടം ഫയർ എക്സ്പെൻസ്. എന്താ വെച്ചാൽ പിന്നെ ഒരു അടി കൊടുക്കാൻ വെച്ചു ഓന് ഇങ്ങനെ തീ കത്തുന്നത്. തീ കത്തും ചെയ്ത് നല്ല എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ നെതറില് നമ്മളൊരു ബേസ് സെറ്റ് ആക്കാൻ പോകും. എന്താ വെച്ചാ ഒരു കൂട് മാതിരി നമ്മൾ റെഡ് നെതറാക്ക് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ആക്കാൻ പോണത്. അത് കുറച്ച് സമയം എടുക്കും. 2, 3, 5 മിക്കവാറും 10 മണിക്കൂർ എടുക്കാന്നാണ് വിചാരിച്ചത്. എന്താ വെച്ചാൽ ഇവിടെ പ്ലാനൊക്കെ വരച്ചിടാണ്ട് വീഡിയോയിൽ കാണിച്ചാൽ പറ്റൂല. ഞാൻ ഉണ്ടാക്കിയിട്ട് കാണാം ഗൈസ്. എന്നിട്ട് ഗൈസ് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇത്രയും പകുതിയാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ കളാക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. അപ്പൊ അവിടെയൊക്കെ വെട്ടിയെടുത്ത് ഗൈസ് കഷ്ടപ്പാട് എടുത്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ചു ഓ ഇത് സുഖാണ്, ഇതൊക്കെ ആക്ടിങ് ചെയ്യാൻ പറ്റും. നല്ല സമയത്തിനാണ്, നല്ല സമയത്താണ് നമ്മള് കാലാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അത്ര വരെ ഉണ്ട് സംഭവം. അപ്പൊ നമ്മള് അടുത്ത വരാൻ പോണ പാർട്ടിൽ നമ്മൾ ഇത് ഇങ്ങോട്ട് ആക്കും, ഇത് ഇങ്ങനെ അതൊക്കെ കെട്ടിയതിന്റെ ശേഷം ചിലപ്പോ ഞാൻ വന്ന സ്ഥലം റെഡിയാക്കി വെക്കുന്നുണ്ടാവും. ഇപ്പൊ കേറിപ്പോയി. ഫൈനലി നമ്മളത് റെഡിയാക്കി വെച്ച് കൂടി ഞാൻ അത്ര നിർത്തി വെച്ചു. എനിക്ക് കൊറേ ബ്രിക്ക് കഴിഞ്ഞ് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ വിചാരിച്ചു ദിവസം 126 പിന്നെ എങ്ങനെ പ്രോ ആക്കിയത്, അതൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞുതരാം ഗൈസ്. കുറച്ച് മുന്നേ ഗൈസ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി ആക്കാനുള്ള അത് കുറച്ചും കൂടി ഉണ്ടായിന്. അങ്ങനെ നമ്മളത് സെറ്റ് ആക്കിയാണ്ട് കുറച്ചും കൂടി ബാക്കി ഉണ്ടായിരുന്നു, അതും കൂടി സെറ്റ് ആക്കിയതാണ്. അങ്ങനെ ഫൈനലി അങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്.
ഗോൾഡൻ ആപ്പിൾ കണ്ടറിയോ? ഞാൻ കൊറേ ഗോൾഡൻ ആപ്പിൾ ഉണ്ടാക്കി guys. നല്ല കഷ്ടപ്പാടാണ് ഇത്. എങ്ങനെയൊക്കെയോ ഉണ്ടാക്കിയോ ഒരു കഷ്ടപ്പാടാണോ ഉണ്ടാക്കാൻ. ഞാൻ ഇന്ന് രാവിലെ ഉണ്ടാക്കി വെച്ചാ പിന്നെ ഈ ബാക്കിയും കൂടി ചെയ്യാനാണ് ഇതൊക്കെ ഉണ്ടാക്കി. ഇനി നമുക്കിത് ചിലവൊക്കെ ഇതിലാക്കാം. നമുക്കത് വെയിറ്റ് ചെയ്യാം. Guys, നല്ല guys. പിന്നെ നമുക്ക് guys അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഈ ബേസ് തരുന്ന പരിപാടി ഉണ്ടായി. ഞാൻ കുറച്ച് ദിവസത്തിൽ മാറ്റി guys. എന്താ guys എനിക്ക് ചെയ്യാൻ ഒരു മൂഡില്ല. ചിലപ്പോ ചെയ്യും ചിലപ്പോ ചെയ്യില്ല guys. Guys, നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരുന്നു. എല്ലാവരും സൈനസ് മാസ്റ്റർ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് 11ാമത്തെ എപ്പിസോഡല്ലേ ആണ് തോന്നുന്നത്. നമുക്ക് ഗോൾഡ് ഫാം പോവാ. ഞാൻ റെഡി ആക്കി ചെയ്യും. ട്രൈഡന്റ് ഒക്കെ കുറച്ച് സീനേഴ്സ് കുറച്ച് ഓണാക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ജോയിൻ അപ്പ് ചെയ്യാം. അതായത് കാണിച്ചാരാ ഗൈസ്. നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെയാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ ഇവിടെ കുറേ എന്റെ മോനെ എനിക്ക് മൂടി വെച്ചിട്ടുണ്ടോ ട്രൈഡന്റ് ഇല്ല മൂഞ്ചി എന്ത് കാട്ടുക. അങ്ങനെ കട്ടെ ഞാൻ പോവാ. ഡിസ്പോണായി പോയിക്കോ. ഞാൻ പോവാ. വീണ്ടും മൂഞ്ചു. എപ്പ നോക്കിയാലും മൂഞ്ചു. പിന്നെ ഞാൻ ഉണ്ടാക്കണ ഉദ്ദേശിക്കണ എന്തിനാച്ചാ ചെലപ്പോ ഞാൻ വിതരണം കൊല്ലാൻ പോകും. എന്താ വെച്ചാ അതിനുള്ള പ്രിപ്പറേഷൻ ആണ് നിങ്ങൾ കാണുന്നത്. അതിനാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ബേസ്. ചിലപ്പോ ഞാൻ അവിടുന്ന് കൊല്ലാൻ ശ്രമിക്കുക. നിങ്ങള് കമന്റ് പറയും അവിടെ കൊല്ലാൻ പറ്റുമോ ഇല്ല. ഏതായാലും എപ്പിസോഡ്